ഹരേ കൃഷ്ണ. പൗഷമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് സഫല ഏകാദശി അല്ലെങ്കിൽ തൃപ്രയർ ഏകാദശി. 2025 സഫല ഏകാദശി വരുന്നത് ഡിസംബർ 15 തിങ്കളാഴ്ചയാണ്. അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് സഫല ഏകാദശിയുടെ വ്രതം മഹാത്മ്യത്തെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഭഗവാനെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1000 വർഷം തപസ്സു ചെയ്യുന്ന പുണ്യവും രാജസൂയ യജ്ഞം ചെയ്യുന്നതിന് തുല്യവുമാണ് ഏകാദശി വ്രതം. ഭഗവാൻ അർജുനനോട് പറഞ്ഞ സഫല ഏകാദശിയുടെ വ്രതമാഹാത്മ്യകഥ ഇതാണ്. ചമ്പാവതി എന്ന ഗ്രാമത്തിൽ മഹിഷ്മതി എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 5 പുത്രന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനായ ലുംബകൻ നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നില്ല. രാജാവ് ഇതിൽ അതീവ ദുഃഖിതനായിരുന്നു. തനിക്ക് ശേഷം രാജ്യകാര്യങ്ങൾ നോക്കി നടത്തേണ്ട തൻ്റെ പുത്രൻ കളവുകൾ വരെ ചെയ്യുന്ന സ്ഥിതി വന്നപ്പോൾ അദ്ദേഹം ലുംബകനെ രാജ്യത്തു നിന്നും പുറത്താക്കി. അങ്ങനെ ലുംബകൻ ഒരു വനത്തിലെത്തി. പക്ഷികളെയും മൃഗങ്ങളെയും കൊന്നു തിന്നാണ് ലുംബകൻ ജീവിച്ചത്. ഒരു ദിവസം ലുംബകന് ഒരു ഭക്ഷണവും കിട്ടിയില്ല. അത് ഒരു സഫല ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസമായിരുന്നു. അങ്ങനെ അയാൾ ഒരു അരയാലിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങി. സൂര്യരശ്മികൾ ശരീരത്ത് പതിച്ചു ഉണർന്നപ്പോൾ തണുപ്പുകൊണ്ട് വിറങ്ങലിച്ച് അവശനായതു കാരണം വേട്ടയാടാൻ പോലും അയാൾക്ക് സാധിച്ചില്ല. പിറ്റേന്നും പഴങ്ങൾ ഭക്ഷിച്ചും ഉറങ്ങാതെയും അരയാലിൻ്റെ ചുവട്ടിൽ തന്നെ ഇരുന്ന ലുംബകൻ ഏകാദശിയാണെന്ന് പോലും അറിയാതെ സഫല ഏകാദശി നോറ്റു. അങ്ങനെ അറിയാതെ തന്നെ സഫല ഏകാദശി നോറ്റ പുണ്യം ലുംബകന് വന്നു ചേർന്നു. ആ പുണ്യത്താൽ ഒരു ദിവ്യരഥം അയാൾക്കരികിലെത്തി. രഥത്തിനടുത്ത് നിന്ന് ഒരശരീരി ഉണ്ടായി. സഫല ഏകാദശി നോറ്റ അയാൾ ഇതുവരെ ചെയ്തിരുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായെന്നും തുടർന്ന് രാജ്യകാര്യങ്ങളിൽ മുഴുകി ജീവിക്കണമെന്നും അരുൾ ചെയ്തു. സഫല ഏകാദശി നോറ്റ ലുംബകന് സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരികയും രാജ്യഭരണം ലുംബകനെ ഏൽപ്പിച്ച് പിതാവ് മരണമടയുകയും പിന്നീട് അദ്ദേഹം വർഷങ്ങളോളം രാജ്യഭരണം നടത്തുകയും ചെയ്തു. എത്ര വലിയ പാപങ്ങളായാലും സഫല ഏകാദശി നോൽക്കുന്നതിലൂടെ അകന്ന് മോക്ഷം ലഭിക്കുമെന്നും വിഷ്ണുപദം പോകുമെന്നുമാണ് ഈ കഥ നൽകുന്ന പാഠം. ഏതൊരാഗ്രഹമായാലും സഫല ഏകാദശി എടുക്കുന്നതിലൂടെ അത് സാധ്യമാകുന്നു. ഏവരെയും സഫല ഏകാദശി എടുക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. രാധേശ്യാം.